രഞ്ജിനി ഹരിദാസിനെ ഒന്ന് നമിച്ചുകൊണ്ട് നമുക്ക് എപ്പിസോഡ് റിവ്യൂ അങ്ങോട്ട് തുടങ്ങാം. നിങ്ങളാണല്ലോ കോടതി. വാണി വിശ്വനാഥ്. ബിഗ് ബോസ് സീസൺ വന്നിട്ട് ഫൈനലിൽ പോലും വന്നിട്ടില്ല. എന്തിനാണ് ഇങ്ങനെ പട്ടി ഷോ കാണിക്കുന്നത്? അപ്പോൾ ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ. അവർക്ക് ഇന്നലെ ഓൾറെഡി അവർ പുറത്തായതിൻ്റെ ഒരു കലിപ്പുണ്ട്. അതിൻ്റെ വേവിലാണ് വന്നിരിക്കുന്നത്. അവർ കുറച്ച് ഒരു ഓവർ കോൺഫിഡൻസ് ആയിരുന്നു ഒന്നും പറഞ്ഞുകൊണ്ട് കിടന്ന് അങ്ങ് തലയിൽ കയറി പ്രിൻസിപ്പൾ കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ ബാക്കി 2 പേര് ജഡ്ജസ് എന്ന് പറഞ്ഞിട്ട് ഇരിപ്പുണ്ടല്ലോ. അവർ മണ്ടന്മാരല്ലല്ലോ. ഒരു ഒരു കാര്യം പറയാൻ തിരുത്തോ? ഓക്കെ, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പലതും പോയിൻ്റാണ്. പക്ഷേ പറയണതിൻ്റെ ഒരു 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 വഴിയില്ലേ, വേ ഓഫ് ടോക്കിംഗ് ഇല്ലേ? പട്ടി ഷോ അല്ലേ എന്നുകൊണ്ട് വെറുപ്പിക്കലാണ്, ഭൂലോക വെറുപ്പിക്കലാണ്. സത്യം പറഞ്ഞാൽ രഞ്ജിനെ മറ്റൊരു വേറെ ആരെങ്കിലും പിടിച്ച് ജഡ്ജസ് ആക്കി ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബാക്കിയുള്ളവരും പോയിൻ്റൊക്കെ പറയാനുണ്ട്. ഈ പറയണതിനൊരു രീതിയില്ലേ? ഈ മാരാറൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പം ഈ പുള്ളിക്കാരുടെ എക്സ്പ്രഷൻ കാണണമെങ്കിലും മുഖം മര്യാദക്കിരിക്കില്ല. ഓവറായിട്ട് എക്സ്പ്രഷൻ ഇടുക, വെറുപ്പിക്കുക, അവരെ പിള്ളേരുടെ മണ്ടയിൽ കയറുക, അവരുടെ കോൺഫിഡൻസ് കളയുക. നിങ്ങളങ്ങ് വന്ന് എല്ലാവരും പിടിച്ച് പുറത്താക്കും. അങ്ങനെ പുറത്താക്കാനൊന്നും പറ്റാതൊന്നുമില്ല. അവിടെ ബാക്കിയുള്ളവന്മാർ പഠിക്കാനല്ലേ ഇരിക്കണം. അവിടെ നമുക്ക് വരാം, അതിലോട്ട് വരാം. ഇപ്പോൾ നമ്മൾ എപ്പിസോഡ് തുടങ്ങി 2ാമത്തെ ദിവസം ബിഗ് ബോസിൻ്റെ അഗ്നിപരീക്ഷയുടെ. അപ്പോൾ ഇന്നലെ വന്നതിൽ ആരെയാണ് ഓർമ്മയുള്ളത് ചോദിക്കുന്നു. അപ്പോൾ റിയാസിന് പൂജയെ ഓർമ്മയുണ്ട്. പൂജ ഒരു സിഗ്നേച്ചർ പതിപ്പിച്ചിട്ടുണ്ട്. മിക്കവാറും തള്ളി താഴെ കൊണ്ടിടാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. രഞ്ജിനിക്കും അതുപോലെ പൂജയാണ് ഇഷ്ടപ്പെട്ടത്. അഖിൽമാരാർ ഒരു പോയിൻ്റ് പറയുന്നുണ്ട്. 2ാമത് വന്നവരെ പലരും ഓർക്കാറില്ല. 1ാമത് വന്നവർക്കായിരിക്കും കിട്ടുന്നത് എല്ലാവരും ഓർക്കുന്നത്. 2ാമത് പൊരുതിക്കറി വന്നവരെ ആരും ഓർക്കാറില്ലെന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇവള് പറയുന്നുണ്ട്, റനീഷ പറയുന്നുണ്ട്, അതെന്താ എനിക്ക് കിട്ടുന്ന കൊട്ടുന്നേ? അല്ല, അങ്ങനെയല്ല. ഈ 2ാമത് വരുന്നവർ ചിലപ്പോൾ നാരോ വ്യത്യാസത്തിലായിരിക്കും 2ാമതായി പോകുന്നത്. പക്ഷേ നമ്മളത് അങ്ങനെയല്ലല്ലോ. നമ്മളെ നല്ല വ്യത്യാസമില്ല താക്ക് ഇയാൾ ഇത് അറിഞ്ഞോട് ഞാൻ ഓരോന്ന് പറയണതെന്ന് പറഞ്ഞാൽ അവരുള്ളൊരു ഇത് രസമായിരുന്നു. അഖിൽമാരാർ ഇതിൽ നല്ല ഗുഡ് ലുക്കിംഗ് ആയിട്ട് നല്ല പറയണ കാര്യങ്ങൾ കൃത്യമായിട്ട് പോയിൻ്റ് വെച്ച് അടിപൊളിയായിട്ട് അഖിൽമാരാർ അദ്ദേഹത്തിൻ്റെ ആ ജോലി അവിടെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ആലോചിച്ചത്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിമർശിക്കാം, ട്രോളാം, കുറ്റം പറയാം, ഒക്കെ ചെയ്യാം. പക്ഷേ അഖിൽമാരാരെ വെറുക്കാൻ പറ്റില്ല. അതാണ് എൻ്റെ ഒരു രസം. അങ്ങനെയാണ്. അപ്പോൾ അത് ഇങ്ങനെ പറയുന്നു. അപ്പോൾ എല്ലാവരും കൂടി വിളിച്ചുകൊണ്ട് വരുന്നു. എല്ലാവരും ശരിയാക്കി തരണം. എല്ലാവരും ഇന്ന് ബിഗ് ബോസിൻ്റെ ഫിനാലയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഇനി കപ്പങ്ങോട്ട് കൊടുത്താൽ മതി. ഫിനാലെ റൗണ്ടിൽ വന്നിരിക്കുകയാണ് ഈ 20 പേരും. പൂജ ഇന്നലെ മറ്റേ പൂജയ്ക്ക് കരച്ചിൽ കണ്ടുകൊണ്ട് കൊടുത്തത് ശരിയായില്ല. അപ്പം നമ്മളെന്ത് പൊട്ടന്മാരാ ജഡ്ജസ് വരും? അത് ശരിയല്ല. അവളെ കരച്ചിൽ കണ്ടുകൊണ്ട് കൊടുത്തത് എൻ്റെ കയ്യിലും ഉണ്ടായിരുന്ന മറ്റേ ഹിൻറ്റും ഇതുമൊക്കെ. എന്നിട്ട് നമുക്കുള്ള താക്കോലല്ല വേറെ താക്കോലിട്ട് ദയവായി ജാമാക്കി കളഞ്ഞ്. നമ്മളെ താക്കോലായിരുന്നു കറക്റ്റ് എന്ന് നിനക്കറിയാം. അവിടെ അവർ പറയുന്ന പോയിൻ്റ് താക്കോലിട്ട് തുറന്നിട്ടില്ല, താക്കോൽ ജാമായി. ഇപ്പം അവളുടെ താക്കോൽ കറക്റ്റായിട്ട് ആ പൂട്ടിനുള്ളതാണോ എന്നുള്ളത് കൺഫ്യൂഷനാണ് ഈ പറയുന്നത്. അങ്ങനെയല്ല. അവിടെ 20 ക്വസ്റ്റ്യന് 20 പസിൽസ് ഉണ്ടെങ്കിൽ അതിന് ആപ്റ്റായിട്ടുള്ള പൂട്ടും താക്കോലും അവിടെ കാണുള്ളൂ. അപ്പം ഇവളുടെ രണ്ടും ഒരേപോലെ വന്നിട്ടുണ്ടെങ്കിൽ അത് അവൾക്കുള്ളത് തന്നെയാണ്. ഇപ്പം ഇവർ പറയുന്നത് എൻ്റെ കയ്യിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അവരെ ആൻസർ ഉണ്ടായിരുന്നു പറഞ്ഞാൽ ലോജിക്കില്ല, അത് വെറുതെ പറയുന്നതാണ്. അങ്ങനെ സംഭവിക്കത്തില്ല. അപ്പോൾ അത് എന്തോ ജാമായതുകൊണ്ട് തുറക്കാത്തതല്ല. അത് പൂജയ്ക്ക് തന്നെയാണ് അത് ഡിസേർവിങ്. ഷിബിൾ അവിടെ കിടന്ന് നല്ല വേണ്ട പോര് കാണിച്ച്. അപ്പോൾ രഞ്ജിനി, നിങ്ങൾ എല്ലാവരും ഭയങ്കര അലമ്പാണ്. മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് കളിക്കുക, ഇല്ലെങ്കിൽ എല്ലാത്തിനും ഇറക്കി വിടും, ഇറങ്ങിപ്പാ എന്നൊക്കെ പറഞ്ഞിട്ട് ഗെറ്റ് ഔട്ട് അടിച്ച് പൂജയ്ക്ക് ആദ്യമേ കിട്ടിയെന്ന് വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ട് അവൾക്ക്. പക്ഷേ അവളെ ബിഗ് ബോസിനകത്ത് തിണ്ണം കേട്ടോ. നമുക്ക് കണ്ടൻറ്റ് വേണം. അവളെന്തായാലും കണ്ടൻറ്റ് കൊടുക്കുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇതൊരു ആരംഭ ശൂരത്വം എനിക്ക് തോന്നുന്നില്ല. പുള്ളിക്കാരൻ നേച്ചർ അങ്ങനെയാണ്. അങ്ങനെ പിന്നെ നിന്നിട്ട് ഗുണഗുണയെന്ന് പറയാൻ സംസാരിച്ചിട്ട് പിന്നെ നമ്മൾ ടീം തിരിക്കുകയാണ്. റിയാസിൻ്റെ ടീം വരുന്നത്. റിയാസിന് ടീം സെലക്ഷന് ഒന്നിൽ മറ്റേ ചുവന്ന മുടിയായിരിക്കണം, അല്ലെങ്കിൽ ഗുഡ് ലുക്കിങ്, അങ്ങനെയൊക്കെ ആയിരിക്കും. ഇന്ന് വെറൈറ്റി മാറ്റി പിടിച്ചിട്ടുണ്ട് മൊത്തം. എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ സംഭവിച്ചവർ. ആദ്യം ചോദിച്ചത് ബോയ് ഫ്രണ്ട് ചീറ്റ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ഗേൾ ഫ്രണ്ട് ചീറ്റ് ചെയ്ത ബോയ്സിനെ അവൻ വിളിക്കില്ല. ബോയ് ഫ്രണ്ട് ചീറ്റ് ചെയ്ത ഗേൾസ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പം അങ്ങനെ എടുക്കുകയാണ്. രഞ്ജിനി വന്നിട്ട് പൂജ ഇത്രയും സംസാരിച്ചല്ലേ അവളെ എനിക്ക് വേണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രൊഫസർ ജയന്തി അല്ലല്ല ഗീതാ പ്രഭാകർ പറയും പോലെ പൂജയെ രഞ്ജിനി അങ്ങോട്ട് എടുത്തു. എന്നിട്ട് റിയാസ് അതിൻ്റെ ഇടയ്ക്ക് അഖിൽമാരാറിനെ അഡ്മിയർ ചെയ്യുന്ന ആരൊക്കെ ഉണ്ട് എന്ന് എണീക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ച ആരും കാണില്ല എന്ന് വിചാരിച്ചേട്ടാ. ആരും കാണില്ല. അപ്പോൾ മാരാറ് ഒരു കൊട്ട് കൊടുക്കാനുണ്ട്, ആരുമില്ല. പക്ഷേ 3 പേര് പൊങ്ങി. അവൻ പിന്നെയും പ്ലിങ്ങ്. അപ്പോൾ ഇന്നലെ ഇതുപോലെ എന്തോ കൊട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ മിക്കവാറും ഈ ജഡ്ജിമാർ
ഈ അഗ്നിപരീക്ഷ കഴിയും മുമ്പ് യവന്മാരെ അടിച്ച് പിരിയാനുള്ള സാധ്യതയുണ്ട്. അഖിൽമാരാറും റിയാസും തമ്മിൽ പ്രശ്നം വരുമെന്ന് എനിക്ക് തോന്നില്ല. ഈ മാരാർ അങ്ങനെ രഞ്ജിതിനെ അടുത്തിരുന്ന് ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. നല്ല ക്ഷമയും സഹന ശക്തിയുണ്ട്. നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല കേട്ടോ. കാരണം ഇങ്ങനെ 3 പേര് ഒരു ഡിസിഷൻ എടുക്കുമ്പം അവരെ ജഡ്ജസ് അല്ലേ, അവർക്ക് ഒരു കൂട്ടായ തീരുമാനം എടുക്കേണ്ടത്. ഇത് ഇവരുടെ ഡോമിനേറ്റ് ചെയ്തങ്ങ് നിൽക്കുകയാണ് ഫ്രണ്ടിൽ, ഞാനാണ് രാജാവെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഒരാളോട് ചോദിച്ച് ഇതിൽ നിന്ന് ഒരാളെ പോകാൻ പറഞ്ഞാൽ ആരെ പോകണമെന്ന്. അപ്പോഴേക്കും പാവപ്പെട്ട നമ്മളൊരു അണ്ണൻ, രാകേഷ് അണ്ണൻ, രാകേഷ് അണ്ണനെ ഒരു അഗ്നിപരീക്ഷ തേങ്ങയും വേണ്ട, നേരെ എടുത്തങ്ങ് ബിഗ് ബോസിലോട്ടിട്ടോ. പുള്ളിക്കാരൻ കണ്ടൻറ്റ് തരും. പുള്ളിക്കാരൻ എൻ്റർടൈനറാണ്, നാച്ചുറലായിട്ട് സംസാരിക്കുന്ന ഒരു സാധാരണക്കാരനാണ്. അതിൻ്റെ രസമുണ്ട് അയാളെ കാണാൻ. ഇന്നത്തെ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായി എനിക്ക് തോന്നിയത് പുള്ളിക്കാരൻ തന്നെയാണ്. അപ്പോൾ ഇയാളെ രാകേഷിൻ്റെ പേര് പറഞ്ഞപ്പോൾ എന്നെ പോടാ, നിൻ്റെ അടുത്ത് ഞാൻ എന്ത് പാവം ചെയ്തടാ, ചതിയാ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാനുള്ള രസമായിരുന്നു. അടുത്ത് രഞ്ജിനിയുടെ ടീമിനെ വിളിക്കുകയാണ്. നന്ദകിഷോർ ആണ് ആദ്യത്തെ. പിന്നെ സോണി അസീം, ഞാൻ വീട്ടമ്മമാർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന്. വീട്ടമ്മയാണെന്നാണ് ഇവിടെ, വീട്ടിലിരിക്കുന്ന ആളെന്താ അവരെ റെപ്രസെൻ്റ് ചെയ്താണ് വന്നത്. അവർക്കൊരു നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്, നിങ്ങൾ ബാക്കിയുള്ളവരെ മറ്റേ അപ്പം കളിക്കാൻ പോകണം എന്തിനാണ്? ഇതൊക്കെ ടെംപ്ലേറ്റ് സാധനമാണ്, പണ്ടത്തത് പഠിച്ച് വെച്ചിരിക്കുകയാണ്. പൂജ, ഞാനിവിടെ വന്നിരിക്കുന്നത് കപ്പടിക്കാൻ വേണ്ടിയിട്ടാണ്, വേറെ അവർ തന്നെ നോക്കേണ്ട, അത് ഞാനങ്ങ് എടുത്തു എന്നുകൊണ്ട് ഇപ്പോഴേ തന്നെ കപ്പ് കൊടുത്ത കൊച്ചിനങ്ങ് പറഞ്ഞു വിടും, കളിയൊന്നും വേണ്ടല്ലോ അപ്പം എന്ന് പറയുന്നുണ്ട്. അടുത്ത് രാകേഷ് എന്ന് പറയുന്നതാണ്, ഞാൻ മരപ്പണിക്കാരനാണ്, ഡാൻസറാണ്, ആക്ടറാണ്, അങ്ങനെ എവിടെ കണ്ടിട്ടുള്ളവർ എനിക്ക് തോന്നുന്നു കേട്ടോ. പിന്നെ വിശാഖ് വടശ്ശേരി വന്ന് അടുത്ത കപ്പിന് അടുത്ത് ഷെയർ വന്നിരിക്കുകയാണ്, ഞാൻ തന്നെ കപ്പടിക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും കപ്പോട് കപ്പ്. അടുത്ത് ഷിജുലാൽ വരുന്നു, ഷിജുലാലിന് കപ്പ് വേണം. സ്റ്റിനിയ ഫിഗാർഡോ, സ്റ്റിനിയ ഫിഗാർഡോ, ഇതൊക്കെ ബിഗ് ബോസിനകത്ത് കയറിക്കഴിഞ്ഞാൽ എങ്ങനെ പേരൊക്കെ പറയുമെന്തോ, കുറേ ദിവസം എടുക്കും. അപ്പോൾ എല്ലാവർക്കും കപ്പ്. മാരാർ പറഞ്ഞ് നിങ്ങൾക്ക് വേൾഡ് കപ്പ് ജയിച്ചല്ലോ, വേൾഡ് കപ്പ് ജയിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? പൊരുതണം. അതല്ല ഞാൻ ഉദ്ദേശിച്ച ആൻസർ പറയണേ, ഹാർഡ് വർക്ക് ചെയ്യണം. ഇവിടെ അതൊന്നും അല്ലടാ, വേറെ ഫൈനലിൽ വരണം. ഞാൻ തന്നെ പറയാം, ഈ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്, നമ്മൾ കപ്പ് ജയിക്കണമെങ്കിൽ നമ്മൾ അതിനുള്ള യോഗ്യത വേണം. നിങ്ങളിപ്പം നിൽക്കുന്നത് യോഗ്യത റൗണ്ടിലാണ്. ഇതിൽ ജയിക്കുന്ന കാര്യം ആദ്യം ആലോചിക്കുക. കപ്പും കോപ്പൊക്കെ പിന്നെ നോക്കാതെ ഇൻ്റർനെറ്റായിട്ട് കൊട്ടുകൊടുത്ത് എല്ലാത്തിനെയും ഊക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യത്തെ ടാസ്ക് കൊടുക്കുകയായിരുന്നു കട്ടക്കൂടാരം. അതാണ് ടാസ്ക്. കട്ടക്കൂടാരം എന്ന് പറഞ്ഞാൽ കുറേ ഷേപ്പുകൾ വെച്ചിട്ടുണ്ട്. അതിനെ ആദ്യം ഒരു സാധനം കുത്തനെ നിർത്തണം, പല ഷേപ്പിലുള്ളതിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്നതാണ് ടാസ്ക്. ബഹളം തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് രാകേഷ് പൂക്കട്ടക്കാവടി വീണ്ടും ബാക്ക്, പൂക്കട്ടക്കാവടീസ് ബാക്ക്. അനിയം ഇതിൻ്റെ പൂക്കട്ടക്കാവടി വെച്ചിട്ട് ചാടി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ വെച്ചപ്പോഴേക്ക് നേരെ മറിഞ്ഞു വീണ് ഈ ചെയിൻ കണക്കിന് പോകും പോലെ നേരെ പൂജയായിരുന്നു കൂടി തള്ളി വീണു. പൂജയ്ക്ക് കലിപ്പ്, ഇവക്ക് എന്ത് കിട്ടിയാലും കലിപ്പ്. തീർന്നപ്പോഴേക്കും ഇവർക്കൊന്നുമില്ല. അപ്പം എനിക്ക് ജസ്റ്റിസ് വേണം. രാകേഷ് എൻ്റെ തള്ളിയിട്ടു, എന്നെ എല്ലാവരും ഇങ്ങനെ തള്ളിയിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നെ എന്തിനാണ് എല്ലാവരും ഇങ്ങനെ പിന്നെ നിന്ന് കുത്തുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി ട്രെയിനിങ് ചെയ്യാനുള്ള അടുത്ത് സീസണിൽ കളിക്കാനുള്ള എൻ്റെ ട്രെയിനിങ്ങാണ്. അപ്പോഴേക്കും മാരാർ പറഞ്ഞ് ആജീവനാന്തകാലം മറ്റുള്ളവരെ പഴിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, അതാദ്യം മനസ്സിലാക്കുന്നുണ്ട്. നല്ല വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഷിജുവിന് കൊടുത്തു. ഷിജു ആണ് മറ്റേ പെൻഡൻറ്റ് കൊടുത്തത്. കാരണം അവൻ ബസ്സടിച്ച സമയത്ത് അവൻ്റെ കയ്യിൽ കറക്റ്റായിരുന്നു. പക്ഷെ വേറൊരുത്തെ കംപ്ലീറ്റ് ആക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. നന്ദകിഷോറാണെന്ന് തോന്നുന്നു. എന്തോ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ തന്നെ യെസ് എന്നുണ്ട്. പക്ഷേ അവൻ്റെ അതോ ഓറഞ്ച് കളർ എന്തോ വയ്ക്കാൻ മറന്നു, അതുകൊണ്ട് തേഞ്ഞു. അവൻ തന്നെ അടിക്കുന്നുണ്ടെന്ന് ഷിജുവിന് കൊടുത്തു. പിന്നെ നല്ല എൻ്റർടൈൻമെൻ്റ് ആയതുകൊണ്ട് രാകേഷിന് കൊടുത്തു. അവരെന്ത് ക്രൈറ്റീരിയ ആണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരനുസരിച്ച് നിൽക്കുമായിരുന്നു. എൻ്റർടൈൻമെൻറ്റ് കാണിച്ചു കഴിഞ്ഞാൽ എടുക്കുമെന്നുണ്ടെങ്കിൽ അങ്ങനെ അവർ ചെയ്യൂലായിരുന്നു. അങ്ങനെ അവർക്ക് 2 പേർക്കും കൊടുത്ത് അവരൊക്കെ മറ്റേ ഹാരോട്ട് കൊടുത്ത് ആരെയൊക്കെ പിടിച്ച് ഇവളെയൊക്കെ പിടിച്ച് നീ ആദ്യം തന്നെ വെളിയിൽ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് പൂജയെ പിടിച്ച് ഔട്ട് ഹൗസിൽ ഉരുത്തി. റിയാസിൻ്റെ ടീം വരുന്നു. താഷി, റിജോ, റാബിൻ, സോണ അലക്സ്. ഞാൻ വീണ്ടും കപ്പ് തിരിച്ചു വന്നു. അളകനന്ദയാണ് കേട്ടോ കപ്പ് പറഞ്ഞത്. അത് കുറച്ച് ഓവറാണ് കൊച്ച്. അതിങ്ങനെയാണെങ്കിൽ എല്ലാം കൂടി ഇടിച്ച് ചവിട്ടിക്കൂട്ടും. സോന അലക്സ് ബസ് ഡ്രൈവറാണ് കേട്ടോ, മറ്റേ വോൾവോ ബസ്സാണ് ഓട്ടിക്കുന്നത്. പിന്നെ ജെറ്റി, എൻ്റെ പേര് കേട്ടിട്ട് എല്ലാവരും കളിയാക്കുന്നുണ്ട്, അതിന് എനിക്ക് തിരിച്ചടിക്കണം. ജെറ്റി അത് ഓക്കെ. ഷാമോൻ ഷാജാൻ ആംബുലൻസ് ഡ്രൈവറായിരുന്നു. പക്ഷേ എല്ലാവരും നല്ല സംസാരിക്കുന്നുണ്ട് കേട്ടോ. ആരംഭശൂരത്താണെന്ന് അറിയില്ല. അപ്പോൾ ഒരാളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ആരെയും ചോദിക്കുമ്പോൾ തഷി സോനാരെ പേര് പറയും. ഈ സോനയാണ് ബസ് ഡ്രൈവർ. ആദ്യം എൻ്റെ മണ്ടേ തന്നെ കുറച്ച് ഫേക്കായിട്ട് തോന്നിയെന്ന് അപ്പോൾ തന്നെ പറഞ്ഞു. അപ്പോൾ ഒരു അണ്ണൻ ചെണ്ടയും ഓടിച്ചുകൊണ്ട് വരികയാണ്. ഡുംബിടം ഇവർക്കെല്ലാവർക്കും ഓരോ വടിയും കൊടുത്തിട്ടുണ്ട്. അപ്പം പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളെ
ഇത് അത് കസേര കളിക്ക് വരെ വേറെ സാധനം വടി ഇങ്ങനെ കൈമാറണം. അപ്പോൾ ചെണ്ട വരുന്നു, വടി ഇങ്ങനെ പിടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അടിയും ബഹളം. ഈ പെണ്ണന്തരമൊക്കെ ഇരുന്ന് പറയാനുണ്ട് നമ്മളെ ഇവള് അളകനന്ദ, വടി പിടിക്കാൻ കൺഫ്യൂഷൻ. അപ്പം രഞ്ജിനി ഹരിദാസിന് നിങ്ങൾ എന്തായി കളിക്കുന്നത്, നമുക്കൊന്നും കാണാൻ പറ്റുന്നത്, നിങ്ങൾ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലാതെ ഇങ്ങനെ കളിച്ചോണ്ട്. ഇതൊക്കെ ആദ്യമേ റൂളിൽ പറയണ്ടേ സാർ? അവർക്ക് എങ്ങനെ അറിയാൻ പറ്റും? അവർ ഇത് പുതിയ പിള്ളേരല്ലേ, അവർക്ക് പിന്നെ എക്സ്പീരിയൻസ് ഉണ്ടോ, ടാസ്ക് ഒക്കെ ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടോ? പുതിയ പിള്ളേരല്ലേ, അപ്പം കുറച്ച് മയം കാണിക്കാം. അവരുടെ അടുത്ത് ഡിസ്റ്റൻസിൽ നിൽക്കാൻ പറയാം അടുത്ത റൗണ്ട്. അങ്ങനെ അവർ ഡിസ്റ്റൻസിൽ നിന്ന് എല്ലാവരും ഡാൻസ് കളിച്ച് നല്ല ജെറ്റി ഇങ്ങനെ ചാടിച്ചാടി നിൽക്കുകയാണ്. ജെറ്റിയെ കളിയാക്കണമെന്ന് എനിക്ക് തോന്നുന്നു ജെറ്റിയുടെ പേര് കൊണ്ടിട്ടായിരിക്കില്ല, അവളെ കയ്യിലിരിപ്പുണ്ടാണെന്നുണ്ട് ഈ തോന്നുന്നു. അപ്പം ലാസ്റ്റ് റൗണ്ട് മറ്റേ പയ്യൻ അടിപൊളിയായിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ പേരെന്തരായിരുന്നു, അവൻ്റെ പേര് മറന്നു ഇവിടെ. അവൻ നല്ല ഫെയറായിട്ട് കളിച്ചു വന്ന് ഇവളതിങ്ങനെ തള്ളി തറയിലങ്ങ് ഇട്ടിട്ട് അവൻ്റെ പോയി പിടിച്ച് അങ്ങനെ ജെറ്റി വിന്നായി. അതൊരു സ്ട്രാറ്റജിയാണ്, എങ്ങനെ വേണമെങ്കിലും തോൽപ്പിക്കാം. അങ്ങനെ മറ്റുള്ളവരെ പറ്റിച്ചുകൂടായെന്നൊന്നും നിയമമൊന്നുമില്ല. ജെറ്റി അങ്ങനെ തള്ളിയിട്ടപ്പോഴേക്കും ഇവക്കൊരു ഡൗട്ട്, അങ്ങനെ അവൾ ഞാനിവിടെ ഓവർ സ്മാർട്ട്നെസ് കാണിക്കാൻ ഇവിടെ ഇരിപ്പുണ്ട് രഞ്ജിനി ഹരിദാസ്, അങ്ങനെ വേറൊരുത്തി വന്ന് നിന്നിട്ട് എൻ്റെ മണ്ടേക്കാറുണ്ട്, ഇവിടെ തൽക്കാലം ഞാൻ ഷോ കാണിച്ചോളാം, വേറെ ആരും ഇപ്പോൾ ഷോ കാണിക്കേണ്ടതുകൊണ്ട് റീപ്ലേ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എല്ലാത്തിനും റീപ്ലേ ചെയ്യണേ, ഇതിന് മാത്രമല്ലല്ലോ. റീപ്ലേ ചെയ്തപ്പോഴേക്കും ഇവൾ തറയിട്ടു. ഓക്കെ, തറയിടാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരു റൗണ്ട് കൂടി വെക്കാമെന്ന് പറഞ്ഞപ്പോഴേക്കും അവൾ ഒബ്വിയസ്ലി അവൾ ജയിച്ച സാധനമാണ്. അവൾ ഇങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നാ നിനക്ക് അങ്ങനെ നീ അഹങ്കാരം കാണിച്ചുകൊണ്ട് ഞാൻ മറ്റവന് കൊടുക്കാറുണ്ട്. ഇതൊക്കെ എന്ത് നിലപാടാണിത്? ആ കൊച്ചു കളിച്ച് ജയിച്ചാൽ അതിനെ കൊടുക്കണം, വേണമെങ്കിൽ മറ്റവനും കൂടി കൊടുത്തോ, എന്നിട്ട് അവളെ അവിടെ ഇങ്ങനെ കൊച്ചാക്കുക. അതിന് 2 കിട്ടണം, അത് ഞാൻ സമ്മതിക്കണം, പക്ഷേ എൻ്റെ ആവശ്യമില്ലായിരുന്നു. അപ്പോൾ താഷിയാണ് മറ്റേ പേര്, തഷി അങ്ങ് ജയിപ്പിച്ച് വിട്ട്. ഇപ്പം ജെറ്റിക്കൊരു പവർ കൊടുക്കുകയാണ്, അവളിങ്ങനെ വിഷമിച്ചിരിക്കുകയല്ലേ. ഒരാളെ പുറത്താക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ പുറത്താക്കുമെന്ന് പറഞ്ഞപ്പോഴേക്കും അവിടെ സോന ഇങ്ങനെയൊക്കെയാണ് ബെസ്റ്റ് ഡ്രൈവർ, എനിക്ക് അവളെ പുറത്താക്കണം. എന്നിട്ട് പക്ഷേ എനിക്ക് അവളെ ഇഷ്ടമാണ്, എൻ്റെ ഫ്രണ്ടാണെന്നുണ്ട്. ഇന്നലെ കണ്ടതേ ഉള്ളൂ കേട്ടോ, അവരെല്ലാം കോമണൈസാണ്, നേരത്തെ പരിചയമുള്ള ആൾക്കാരൊന്നുമില്ല, രണ്ട് ജില്ലയിൽ കിടക്കുന്ന ആൾക്കാരാണ്. മറ്റേ ഇതുണ്ടല്ലോ, ഞാൻ ഒന്നും പറയരുത്, എനിക്ക് വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിന്നെ നോമിനേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ കാര്യം മനസ്സിലായതെന്നുകൊണ്ട് സേഫ് ഗെയിം കളിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടി ഇപ്പോഴേ അങ്ങ് തുടങ്ങി കേട്ടോ. നീ സേഫ് ഗെയിം കളിക്കാറില്ലേ, നീ പോയി അവിടെ നീ നിനക്ക് ആ പവറും കളഞ്ഞെന്ന് പറഞ്ഞു കേട്ടോ. അതെനിക്കിഷ്ടപ്പെട്ടു എന്തായാലും. അങ്ങനെ ജെറ്റിക്ക് പൂജയ്ക്ക് ശേഷം ജെറ്റി 2 പേരും ഇന്ന് ആവശ്യത്തിന് വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു. മാരാർ ടീം വരികയാണ്. നിതിൻ സൂംബ ഇൻസ്ട്രക്ടറാണ് കേട്ടോ, സൂംബ പാവം. പ്രവീൺ അഫിയാസിനോട് ചോദിച്ചു ആരൊക്കെയാണ് ഇഷ്ടമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഇഷ്ടം അനീഷിനെ, ഇഷ്ടമല്ലാത്തത് ശൈത്യയാണെന്നുണ്ട്. വെറുതെ വീട്ടിലേക്ക് മിണ്ടായിരിക്കുന്ന ശൈത്യയെ വീണ്ടും വിളിച്ച് വരുത്തി ഊക്ക് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ ലോലിറ്റ ഒരു കൊച്ചാണ്, ഭയങ്കര ഹൈജീൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്ന ആളാണ്. ഇവൾ ബിഗ് ബോസിനകത്ത് കയറിക്കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റർ ചെയ്യണം കേട്ടോ ഇവളുടെ ഹൈജീൻ എങ്ങനെയാണെന്ന്. ഇങ്ങനെ പറഞ്ഞ് കയറിയിട്ടുള്ളവരൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഷിനിജിത്ത്, അപ്പോൾ പിന്നെ പറഞ്ഞ ശ്യാം സജി, ഇവനാണ് ഇന്നലെ മറ്റുള്ള താക്കോൽ വെച്ചിട്ട് എൻ്റെ താക്കോൽ അത് പറഞ്ഞിരുന്നത്. അവൻ പക്ഷേ രസമുണ്ട്, അവൻ കയറിപ്പോയാൽ അവന് കുറച്ച് തല വർക്ക് ചെയ്യണ ഒരുത്തനാണെന്ന് തോന്നുന്നു ശ്യാം. അപ്പോൾ ഇത് അവൻ്റെ അടുത്ത് ഓരോരുത്തൊക്കെ ഇനി ചോദിക്കുമല്ലോ, അപ്പോൾ അവരത്തേക്ക് പറയാം. അപ്പോൾ നിലപാടെന്ന് പറഞ്ഞപ്പോൾ നിലപാട് എനിക്കുള്ളതാണ് അഖിൽമാരാർ. ഞാൻ പറയും എന്താണ് നിലപാടെന്ന് പറഞ്ഞാൽ നമ്മളൊരു വിഷയത്തിൽ നമ്മൾ തെറ്റ് ഏതാണെന്ന് നോക്കുന്നതും അങ്ങനെയല്ല. ഞാൻ തന്നെ പറയാം, ഒരു വിഷയത്തിൽ നമ്മൾ അതിൽ ശരി എന്നുദ്ദേശിക്കുന്നതാണ് അതിൻ്റെ സത്യം, അതിൽ ഉറച്ചു നിൽക്കുന്നതാണ് നിലപാട്. ഇത് തന്നെയാണ് പല രീതിയിൽ അവൻ പറയാൻ നോക്കിയത്, പക്ഷെ മാരാർ പറഞ്ഞാലേ സമ്മതിക്കുള്ളൂ. അങ്ങനെ പറഞ്ഞു. അപ്പം അവർക്ക് കൊടുത്ത ടാസ്ക് എന്ന് പറയണത് കുറേ കളറുകൾ വാരി വേറിയിട്ടുണ്ട്. അവർക്ക് ഓരോ കളർ സെലക്ട് ചെയ്യണം. ആ കളറ് ഈ ഒരു പൈപ്പ് വെച്ചിട്ട് ഊതി അതിൻ്റെ പേപ്പർ ഇങ്ങനെ സക്ക് ചെയ്യല്ലല്ലോ പേരെന്തരി അത് ചെയ്തെടുത്തിട്ട് നേരെ കൊണ്ട് അവരുടെ ബൗളിൽ നിക്ഷേപിക്കുക. അപ്പോൾ ഈ ചെറുക്ക അവിടെ കിടന്ന് വരവേണ്. ഈ ചെറുക്കൻ ബാക്കിയുള്ളവരത് ഊതിക്കളഞ്ഞ് ഇവൻ്റെ ഇത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് നൈസായിട്ട് കളിച്ചുകൊണ്ട് പോയ ആ കൊച്ച് ലോലിറ്റ ഏറ്റവും കൂടുതൽ അടിച്ചു. അപ്പം നോക്കിയപ്പോൾ സൂംബവർട്ടയ്ക്കും ശ്യാമിനും ആ പെൻഡൻറ്റ് കൊടുത്തു. എല്ലാവരുടെ അടുത്തും ചോദിച്ചു, ജഡ്ജസിൻ്റെ അടുത്ത് ചോദിച്ചു. ജഡ്ജസിൻ്റെ അടുത്തല്ല, റിയാസിൻ്റെ അടുത്താണ് ചോദിച്ചത്. സുപ്രീം കോടതി ജഡ്ജിയുടെ അടുത്ത് ചോദിച്ചില്ല. എങ്ങനെ ഉണ്ടായിരുന്നവർ ചോദിച്ചപ്പോൾ ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്നത്തെ നന്നായിരുന്നു. പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് നന്നായിരുന്നു കേട്ടോ, കുറച്ച് ഫയർ ഉണ്ടായിരുന്നു അതിനകത്ത്. അത് ഓൾറെഡി തോറ്റ് വന്ന് അത് ഒരു കഞ്ഞി ടാസ്ക് കൊടുത്തിട്ടല്ലേ തോപ്പിച്ചത്, അതിൻ്റെ വേവ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ആവേശത്തോടെ തന്നെ എല്ലാവരും മത്സരിച്ചത്, അതിൻ്റെ അത് കാണാനുണ്ടായിരുന്നു. ഇന്നലെ ഒരു തണുത്ത് പോയ ടീംസാണ്. അപ്പോൾ നാളത്തെ ദിവസം ഈ 40 പേരെ ഒരുമിച്ച് ചേർത്തിട്ടുള്ള പരിപാടിയാണ്. മിക്കവാറും അതിൻ്റെ ഇടയിൽ ഒന്നിൽ ജഡ്ജസും ഇവരുമായിട്ട് അടിയായി പോവും, ഇല്ലെങ്കിൽ രഞ്ജിനിയും മാരാറുമായിട്ട് അടിയായി പോവും,
മാരാർ പിന്നെ ഓൾറെഡി പുറത്ത് എയറിൽ കിടക്കണോണ്ട് വേറെ പുതിയ വള്ളിയൊന്നും പിടിക്കണ്ടെന്ന് വിചാരിച്ച് ഒരു ശാന്തി സമാധാനം എന്നുള്ള രീതിയിൽ പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. റിയാസിനെ പിന്നെ കാണാമല്ലോ, റിയാസ് ആവശ്യമുള്ള ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ഒരു പ്രകൃതമായിട്ടാണ് ഒന്ന് നല്ല മെച്ചുകൊണ്ടായിട്ടിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടാമത്തെ എപ്പിസോഡ്? നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വാരി വിതറിക്കുക. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഓണം.